പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവികമായ കാര്യങ്ങൾ പറയണമെങ്കിൽ ദൈവികമായ അഭിഷേകവും ആത്മബന്ധവും ഉണ്ടാകണം. ഈ പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും, പാട്ട് കേട്ട് പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും മിനിമം പരിശുദ്ധാത്മകമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആത്മീയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒപ്പിക്കാൻ പറ്റത്തില്ല. ഇനി കറക്റ്റായിട്ടാണ് ദൈവ വഴികളിലാണ് എങ്കിൽ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്സോ ഫാക്ടോ നമുക്ക് അടയാളം ഉണ്ടാകും. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴ് അടയാളം ഉണ്ടാകും. അടയാളമില്ലാതെ പോകുന്നുവെന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് ഒരു അടയാളമില്ലാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ നല്ല ആഴമായ ആത്മബന്ധമുള്ളവർക്ക് ചിലപ്പോൾ അടയാളങ്ങൾ കിട്ടത്തില്ല. കാര്യം അടയാളങ്ങളില്ലാതെ തന്നെ അവർ ആത്മബന്ധത്തിലാവും. അവർക്ക് അടയാളങ്ങളില്ലെങ്കിലും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അവിടെ ആത്മാവിന് നല്ല സംവേദനം ഉണ്ടാവും. ഫിസിക്കലായിട്ട് ഒരു സാധനം നമുക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത്, അടയാളം ആവശ്യമില്ലാത്ത ആൾക്കാർ വെറും ഒരു 5% മാത്രമേ ഉള്ളൂ. ബാക്കി 95% അടയാളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടയാളം ആവശ്യമുണ്ട്. കാര്യം അടയാളം ആവശ്യമില്ലാത്ത സാഹചര്യം വന്നാൽ പരിശുദ്ധാത്മാവ്, ഇപ്പം നമ്മൾ ഈ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി, അവർ കുറച്ച് ഇൻ്റലിജൻ്റാണ്. ഈ കുട്ടി ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കരയാൻ തുടങ്ങും. ഉടമ്പടിയുടെ ധ്യാനം കേട്ടാൽ തന്നെ, ഇത് ഈ മൊബൈലിൽ ധ്യാനം കേട്ടാൽ മതി, അപ്പം കരയാൻ തുടങ്ങും. ബൈബിളൊക്കെ വായിച്ചാൽ അപ്പം ബൈബിളിൽ കണ്ണുനീര് വീഴും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാരുടെ വരദാനങ്ങളിൽ നമുക്കറിയാം ഭാഷാവരം, അതുപോലെ തന്നെ രോഗശാന്തി വരം, വിശ്വാസവരം. നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മൾക്ക് കിട്ടുന്ന വരങ്ങളെന്ന് പറയണത് ബിബ്ലിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ. അതിന് ഗ്രേസ് എന്നല്ല പറഞ്ഞത്, ഗിഫ്റ്റ് എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയണത്. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് സമ്മാനമൊന്നുമല്ല, ദാനമൊന്നുമല്ല, മറിച്ച് വരങ്ങളും ദാനങ്ങളും നമ്മൾ പറയും. പൊതുവെ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വരം, അതായത് പരിശുദ്ധാത്മാവ് ഭാഷാവരത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയും, നാവിൻ്റെ വരമെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബീസ് പറയാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗരസപ്പോസം പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരം ഉണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാപരക്കാരൻ നാവടക്കി ഇരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല, പൗരസപ്പോസിൻ്റെ കൊറിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവൻ്റെ ഗിഫ്റ്റ് ഓഫ് ദി ടങ് പോലെ തന്നെയാണ് അത് നമുക്ക് വിശ്വാസവരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടുന്നുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് ആണ് വിശ്വാസം വരണത്. ഇനി വിശ്വാസം ഗിഫ്റ്റായിട്ട് വരും. കാരണം ഇതൊരു പ്രാഥമിക, ഇപ്പം നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണ പോലെ തന്നെയാണ് വിശ്വാസം. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കുകയും ബൈബിൾ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നമുക്കൊരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ട് പതുക്കെ വരും. ഭയങ്കര സ്ലോ പ്രോസസ്സാണ് വിശ്വാസം. കേൾവിയിൽ നിന്ന് വരുന്നത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഉള്ളത് ഉരുക്കായിട്ട് നല്ല ബലമായിട്ടിരിക്കും.
അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതായത് വിശ്വാസം കേൾവിയിൽ നിന്ന് വരണത്. ഇനി ഈ വിശ്വാസം തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നു. വിശ്വാസത്തിന് വലിയ ഗ്രോത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കർത്താവ്, കാര്യം വിശ്വാസം കൊണ്ടാണല്ലോ നീതിമാൻ ജീവിക്കണത്, ഇല്ലേ? ഇപ്പം ഹെബ്രായർ 11:1 എടുത്തേ. വിശ്വാസം എന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ, ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോഴേ ഇത് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ബൈബിൾ പിന്നെയും പറയും, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ തന്നെ നിങ്ങൾ കിടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കടന്ന് നമുക്ക് പക്വതയിലേക്ക് വളരാം, അല്ലേ? ഹെബ്രായർ 6:5 വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇതാണ് ഞാൻ പറയണത് എപ്പോഴും. അതായത് വിശ്വാസം എന്ന് പറയണത് ഈ ക്രൊണോളജിക്കൽ ഗ്രോത്ത്. നമുക്ക് ശരീരം വളരുന്നു. നിനക്ക് 25 വയസ്സുണ്ട്, ഓക്കെ. പക്ഷേ നീ ആത്മീയതയിൽ തോറ്റ കക്ഷിയാണോ ജയിച്ച കക്ഷിയാണോ എന്ന് അറിയണമെങ്കിൽ 25 വയസ്സിൻ്റെ ലെവല്, ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. 25 വയസ്സിൻ്റെ ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. ചില ആൾക്കാർക്ക് ഇത് എടുത്താൽ പൊങ്ങാത്തതിൻ്റെ കാരണം ഇവരുടെ ഫെയ്ത്ത് ലെവൽ താഴെയാണ്. അവരുടെ പ്രായത്തിനൊത്ത വിശ്വാസമില്ല. ചിലപ്പോൾ വയസ്സ് 70 ഉണ്ടാകും, വിശ്വാസം ചിലപ്പോൾ 7 വയസ്സുകാരൻ്റെതായിരിക്കും. കാര്യം ഇതിന് മെയിൻ്റെനൻസ് ആവശ്യമായൊരു വിഷയമാണ്. അതുകൊണ്ട് 10:17 റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിന് വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് പല വിശ്വാസം ഉണ്ടാവും, അല്ലേ? അമേരിക്കയും ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ചിലർ വിശ്വസിക്കണത് ഇറാൻ ജയിക്കുമെന്ന്, ചില ആൾക്കാർ വിശ്വസിക്കണത് ഇസ്രയേൽ ജയിക്കുമെന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പല പല വിശ്വാസം ഉണ്ടാവും. പക്ഷേ ദൈവികമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് വരണത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവാണ് നിൻ്റെ അനുഭവങ്ങളുടെ അനുപാതത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗങ്ങളൊക്കെ ഇതില്ലേ, അപ്പോൾ ഇത് പുതുക്കുമ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത്, ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറയണത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 ഉണ്ട്. 7ഒന്നുമല്ല, 10, 70, 70,000 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിനൊരു കാറ്റഗറിക്കലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 7 പറയണത്. 7 പറഞ്ഞാൽ എല്ലാം ബൈബിൾ പഠിക്കണത്. 7 ദിവസം ദൈവം സൃഷ്ടിച്ചത്, ഉദാശകൾ 7. അങ്ങനെ എന്താ കാര്യത്തിൽ 7 ഒരു പൂർണ്ണമായ നമ്പർ ആയതുകൊണ്ടും ബിബ്ലിക്കൽ റെവലേഷൻ്റെ ഭാഗമായതുകൊണ്ടുമാണ്. അപ്പോൾ ഈ വിശ്വാസം, ഇപ്പോൾ 7 ദാനങ്ങളെന്ന് പറയുമ്പോൾ 70 ദാനങ്ങളും 700, 7000 ദാനങ്ങളുണ്ട്. അത് നമ്മൾ വളരുന്നതനുസരിച്ച്. പക്ഷേ ബേസിക്കായിട്ട് ഈ ദാനങ്ങളുടെ വേഷപ്പകർച്ചകളോ അല്ലെങ്കിൽ വളർച്ചാരൂപങ്ങളോ ഒക്കെ ആയിരിക്കും മറ്റു ദാനങ്ങളെന്ന് പറയണത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൽ ഇപ്പം നിങ്ങളെ ഒരു സബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ ഉടമ്പടി ചെയ്യുന്ന നമ്മളെല്ലാവരും ഭൗതികമായ വിഷയങ്ങളാണ് വെച്ചിരിക്കുന്നത്. ചിലർ വസ്തു വയ്ക്കാൻ വയ്ക്കും, അല്ലേ? ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ കേസ് മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും സംഭവം. വിഷയങ്ങളെല്ലാം വെള്ളം പോലെയാണ്. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം, അല്ലേ? വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വിശ്വാസം വളരണമെങ്കിൽ വിഷയങ്ങൾ വേണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ വേണം, ജീവിത വിഷയങ്ങൾ വേണം. ഒരു വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ കളർ എന്ന് പറയണത് നിറം. വാട്ട് ഈസ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീല പച്ച എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരല്ലേ. വാട്ട് ഈസ് കളർ? ഇന്ന് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണോ കെമിസ്ട്രിയുടെ സബ്ജക്റ്റാണോ? രണ്ടും അതിൻ്റെ അകത്തുണ്ട്. കെമിസ്ട്രിയുടെ കണ്ടൻറ്റും ഉണ്ട്, ഫിസിക്സിൻ്റെ കണ്ടൻറ്റും കളറിലുണ്ട്. പക്ഷേ കളർ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കളറ് പച്ചയെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇൻറ്റൻസിറ്റി, നമ്മൾ ഒരു കണ്ണ്
ഒരു വസ്തുവിനെ സംവേദനമാക്കുമ്പോഴുണ്ടാകുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന അനുഭവ തലങ്ങളെയാണ് കളർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ബൈബിൾ ബ്രൗൺ കളർ എന്നല്ല പറയണത്. ബൈബിൾ ബ്രൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ബ്രൗൺ പോലെ മനസ്സിലാകുന്നു. മനസ്സിലായില്ലേ? ബ്രൗൺ പോലെ മനസ്സിലാകും. ഇതുപോലെയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസം പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് വിഷയബന്ധിയാണ്. ഒരു വിഷയം എന്താണ്? ഒരു വിഷയം, നമ്മൾ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ മക്കളില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം കാണപ്പെടാത്തതുണ്ട് എന്നുള്ളതാണ്. അല്ലേ? നമ്മൾ വായിച്ചില്ലേ? ഹെബ്രായർ എന്താ പറഞ്ഞത്? ഹെബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം പറഞ്ഞ് കാണപ്പെടാത്തത് ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം കാണപ്പെടാത്ത സാധനത്തിനെ കാണപ്പെടുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പവറാണ് വിശ്വാസം എന്ന് പറയണത്. കാണപ്പെടുന്നില്ല, ആ സംഭവമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ വായിച്ചത് പറഞ്ഞത് ഒരു കുഞ്ഞിനെ, അത് 14 വയസ്സായി, 14 വയസ്സായിട്ടും ഗർഭപാത്രമില്ല. അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ. കാര്യം എന്താ? ഗർഭപാത്രം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്ത് പറയും? കാണപ്പെടാത്തത് ഉണ്ട്. ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിൻ്റെ റോൾ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. ഇക്കോട്ടത്തെ പോയിന്റ്. നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ. അതാണ് നമ്മൾ പറയണത്. കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ പറയും, എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അതാർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവർ ഉള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്. നമ്മുടെ കയ്യിലില്ല, പക്ഷേ കർത്താവിൻ്റെ കയ്യിലത് ഉണ്ട്. അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ടുനടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്കതേ അറിയാൻ പാടുള്ളത്. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം. അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും. പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാസിനെ പുറത്താക്കുന്ന കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാസിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോലിൽ നിറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം, ഉടമ്പടിയിലേക്ക് ഇങ്ങനെ 10-100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന് ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം, കപ്പാസിറ്റി വർദ്ധിക്കണം. അതൊന്ന് വായിച്ചേ.
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മത്തായി 17:19 വായിച്ചോളൂ. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു. ഇതിന്റെ പോക്കണ്ടല്ലേ, ഇപ്പൊ കഴിയാത്ത കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് വരെ ഉണ്ടെന്നർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് കഴിയണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോസ്തലന്മാർക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് കാര്യം? അതാണ് ഈ ഈ ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിയത്തില്ല, ഉറപ്പല്ലേ? ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ചാൽ ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് പോലും കഴിയത്തില്ല. എന്നിട്ട് ഈശോ പറയും, നിങ്ങളെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഈ ഗ്രേഡ് കൂടിയ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോരാതെ വരും. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. പിന്നെ എന്ത് ചെയ്യണം? ചിലത് പ്രാർത്ഥന കൊണ്ടും ശരിയാകത്തില്ല. എന്താ കാര്യം? ചില കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും ചില കയ്യെഴുത്ത് പ്രതികളിൽ കിടക്കണ എന്താണ്? നമ്മളെ അതായത് മൊബൈലിൽ കാണത്തില്ല അത്. അതായത് മത്തായി 17 ബൈബിളിലെ മത്തായി 17 അധ്യായത്തിൻ്റെ താഴെ ടിപ്പണിയിലുണ്ട്, അതായത് ഫുഡ് നോട്ടിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കയ്യെഴുത്ത് പ്രതികളിൽ 17 അധ്യായം 21 വാക്യമായി പ്രാർത്ഥനയും ഉപവാസവും വഴി അല്ലാതെ ഈ വരകത്തെ പുറത്താക്കാനാവില്ല എന്ന് ചേർത്ത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, പിന്നെന്ത് വേണം? ഉപവാസം വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഉടമ്പടിയിൽ ഉപവാസം ചേർത്തിരിക്കുന്ന കാര്യം. മേജർ കാര്യങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം 5 കിലോ പൊക്കണമെങ്കിലും 10 കിലോ പൊക്കണമെങ്കിലും ഒരേ ബലം മതിയാണ്. 5ാം ക്ലാസ്സുകാരൻ ചിലപ്പോൾ 5 കിലോ പൊക്കും. പക്ഷേ 5 കിലോ അവന് 10 കിലോ അവന് പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സുകാരൻ അവൻ്റെ ബോഡി വെയിറ്റ് 10ാം ക്ലാസ്സിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളിന് അത് പൊക്കാം. അപ്പോൾ വിശ്വാസം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സ് വളരണ പോലെ വിശ്വാസം വളരണം എന്നുണ്ടാകുന്ന നോക്കണം. നമ്മളെപ്പോഴും എൻ്റെ കൂടെ ആപ്പിള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെടുത്തലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൊന്തയെല്ലാം നിൽക്കും. സെമിനാരി ഇംഗ്ലീഷ് കൊന്ത. ഇപ്പോൾ കൊന്തയിലുള്ള സമയത്ത് ഈ ആപ്പിളിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാകും, എൻ്റെ കയ്യിലും കൊന്ത ഉണ്ടാകും. ഞാനിങ്ങനെ അച്ഛന്മാരെ പേടിച്ചും ദൈവത്തിനെ പേടിച്ചുമൊക്കെ കൊന്തയെല്ലാം വൃത്തിമേനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മെയിൻ പരിപാടി ഞങ്ങൾക്കവിടെ സെമിനാരി ബാസ്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലെ തന്നെ കരാട്ടയ്ക്ക് പോകാം. എന്ത് വേണമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് 1 മണിക്കൂർ എന്ത് വേണം ചെയ്യാം. ഫിസിക്കലായിട്ട് എക്സസൈസിൻ്റെ ടൈമാണ്. ആപ്പിൾ ഇതൊന്നും പോകത്തില്ല. ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. ആ സമയത്ത് ആപ്പിളിൻ്റെ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ ആപ്പിൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ജിംനേഷ്യത്തിൽ പോയിട്ട് വന്നിട്ട് കുളിക്കും. ശരീരം തണുത്ത് കഴിയുമ്പോൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ കൊന്തക്ക് കയറും. കൊന്തക്ക് കയറുന്ന സമയത്തെല്ലാം ആപ്പിൾ ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഏത് മസിലാണ് പൊങ്ങിയത്, ഏതാണ് താന്നത്, വയറിൽ എത്ര മസിൽ വന്ന്, 6 പാക്ക് വന്നാൽ ഇപ്പോൾ 4 വന്നുള്ള 5 വന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണാടി നോക്കത്തില്ലേ? അതുപോലെ ഈ കൊന്തയിലുള്ള സമയത്ത് കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. കൊന്തയിലുള്ള സമയത്ത് ശരീരം ഇവിടം വരെ ഉടുപ്പിട്ടിരിക്കുകയല്ലേ. ആപ്പിൾ നോക്കണത് ഈ മസിൽ ചുട്ടി എന്നെ കാണിക്കും കൊന്തയിട്ടിട്ടൊക്കെ. ഇതിനത് മസിൽ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മസിലൊന്നും ഇല്ലല്ലോ. ആപ്പിളിൻ്റെ കയ്യിൽ 5-6 മസിലുണ്ട്. അതിങ്ങനെ ഡംബൽസ് പിടിച്ച് മസിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ നന്മ പറഞ്ഞ് പറയുന്നത് ജല്ലിക്കെട്ടിക്കുന്ന സമയത്ത് പരിശുദ്ധ പറഞ്ഞ് ചെല്ലുമ്പോൾ ആപ്പിളി കൈ ചുരുട്ടി എന്നെ കാണിക്കും. നോക്കിയേ എത്ര മസിലായെന്ന് നോക്കി. എന്നാ പറ്റി? ആപ്പിളി ആ കൊല്ലം തന്നെ സെമേരിന്ന് പോയി. അതാണ് വിഷയം. എന്നാലും ഞാൻ ആപ്പിളി എപ്പോഴും ഓർത്തിരിക്കും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ് പുള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ വിളി അതായിരുന്നു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നു. അതാണ് വിഷയം. നമ്മളെങ്ങനെ ദൈവദിനത്തിന് പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പ്രാർത്ഥന ഇടക്ക് പോലും അയാൾ നോക്കിയത് മസിലെത്രണ്ണം കട്ട കൂടി എന്നാണ് നോക്കുന്നത്. അത് അയാൾക്ക് ആ ശരീരത്തെക്കുറിച്ച് അത്രയും ജാഗ്രതയുണ്ടല്ലോ. ഇത്രയെങ്കിലും ജാഗ്രത നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം.
ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസം വളർന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അയാൾ പ്രാർത്ഥനയിടക്ക് പോലും അയാളുടെ ശരീരം വളർന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പോയി സിനിമ കണ്ടാലും ശരി, അപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഇതിൽ വളരുന്നുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, വയസ്സ് വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ അങ്ങ് നൽകുന്ന വിഷയങ്ങളോട് സുവിശേഷ വിഹിതമായി പ്രതികരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മുകളിലായി ഇപ്പോഴും നിൽക്കുവാൻ ആരാധനയിലൂടെ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെയാണ്. നമ്മൾ ഉടമ്പടിയിൽ ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്നും, അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതേതാണ് വചനം? റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് ഈ പ്രഥമ പാഠം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. ഇനി എന്താ പറയുന്നത്? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ അറിവാണ്. മനസ്സിലായില്ലേ? വിശ്വാസം അറിവിൽ നിന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് നമുക്ക് ഈ അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായി? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണത്, അല്ലേ? അപ്പോൾ ബൈബിൾ വായിച്ചാലും ബൈബിൾ പ്രസംഗം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടും, ഇല്ലേ? അങ്ങനെ വിശ്വാസം അറിവിൽ നിന്നും, അപ്പോൾ വിശ്വാസം അറിവിൽ നിന്നും, ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? അത് ലെവലാണ്. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഉപവസിക്കണം. അതാണ് 17:21. പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ, അതായത് ചില ബന്ധങ്ങൾ, ആ പിശാചിനെ ഒഴിപ്പിക്കാൻ പത്തോസിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, കർത്താവിനോട് ചോദിച്ചേ, കർത്താവ് എൻ്റെ വിശ്വാസ വളർച്ചയിലൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അപ്പം നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിൽ, ഇല്ലേ? ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല. അതെന്താ കാരണം? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട്? അപ്പോൾ കർത്താവ് എന്താ പറയണത്? നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളൂ, അതാണ് കാരണം, അല്ലേ? അതിന് മറുപടി പറഞ്ഞത് എന്താണ്? 17:20. യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. എന്താ പ്രശ്നം? ഈ പ്രാർത്ഥനയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത്, അതായത് പ്രഥമ പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ഹെബ്രായർ എത്രയാണ്? 6. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിന്റെ ഉദ്ദേശം
നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണത്. പിടികിട്ടിയേ? അല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചില പറയാം. ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാണ് പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിന് കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവർക്ക് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ. നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണത്. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളേ ഉള്ളു. അത് അവരോട് നോക്കി കട്ടുന്ന ചെയ്യുമ്പോൾ പത്രോസ് വരെ കണ്ടവൻ്റെ പുരയിടത്തിൽ നിന്ന് ഗോതമ്പ് കട്ടുന്ന പാർട്ടിയാണ്. അത് സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുന്ന തീരത്തില്ല പ്രശ്നം. കാര്യം എന്താണ്? ഉപവസിക്കുക തന്നെ ചെയ്യണം. പിടിയിട്ടില്ലേ? അപ്പോൾ നീതീകരിച്ചായിരുന്നു. ഈ ആ ഭാഗം ഒന്ന് എടുത്തേ. മത്തായി 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 12:1. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പോഴും ഉപവാസത്തെ ഈശോ കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് വിശന്നു, അവർ ഭക്ഷണം കഴിച്ചു. അവിടെ കയ്യില്ലായിരുന്നു. കണ്ട ഗോതമ്പ് പാടത്തൂടി പോകുമ്പോൾ അവിടുന്ന് സാപത്തിൽ നിന്ന് പോലും അവർ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ കർത്താവ് വിശപ്പിന് പ്രാധാന്യം കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപവാസം ഇല്ല. പക്ഷേ പുള്ളി അവർ ഉപവസിക്കണില്ല. പക്ഷേ ഉപവാസം ഇല്ലാതെ ഇങ്ങനെ തിന്ന് നടന്നാൽ ചില സമയത്ത് അത് ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് പിശാച് ബാധിനെ കൊണ്ടുവരുന്നത്. പിടിയിട്ടില്ലേ? ഈ ഗോതമ്പ് കണ്ടവൻ്റെ വീട്ടിൽ നിന്ന് വരെ ഗോതമ്പും കണ്ടതിൽ നിന്ന് നടന്ന പാർട്ടി ഒരു മേജർ പ്രോബ്ലം വന്നാൽ ഇവർ ജപ അടിക്കേണ്ടി വരും. പക്ഷെ അവരെന്നിട്ട് ആ പിശാച് ബാധന ഇവർ മണ്ണും കുത്തി എറിഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞു. ഇവരോടി. പിശാച് ബാധന ഓടിയില്ല, ഇവരോടി. അവർക്ക് വലിയ ക്ഷയമായി. ഉപവാസത്തിൽ നിങ്ങൾ ഉപവാസം ഉടപ്പിയാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ഷയമുണ്ടാവും. എന്താ കാര്യം? ഒരു മേജർ പ്രോബ്ലം വരണതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉപവസിച്ച് ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് വരണത്. അപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിച്ചു. അതെവിടെയാണ് ചോദിച്ചിരിക്കണേ? മത്തായി 17:19. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഉപവാസത്തിൽ സ്കൾക്കിങ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പവിശ്വാസമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല, ഉഴപ്പി. അപ്പോൾ നിങ്ങൾ പറയാം, എനിക്ക് 60 വയസ്സായി, എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. പറയാം എനിക്ക് രോഗമാണ്, സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി കുത്തിയൊക്കെ എടുത്തിട്ട് മുടന്തന്യായം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്തം സ്കൾക്ക് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്?
എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവന്? അല്പവിശ്വാസമാണ്. ചില ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷെ ഉപവസിക്കണില്ല. അതിൻ്റെ കാര്യം എന്താ? അപ്പോൾ നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ കർത്താവ് എന്താ പറയണത്? 17:21, അതായത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഉപവാസം രംഗത്ത് വന്ന് കർത്താവ് 17 മത്തായി 12 കോംപ്രമൈസ് ചെയ്ത ഉപവാസം ഇപ്പോൾ എന്താണ് മസ്റ്റായിട്ട് വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് വിട്ട ലെസനാണ്, പക്ഷേ എപ്പോഴായാലും പഠിക്കാതെ പറ്റത്തില്ല. 10ാം ക്ലാസ് ആയപ്പോൾ ആ ലെസൺ വീണ്ടും ചോദിച്ചു. 4ാം ക്ലാസ് ആയതുകൊണ്ടാണ് അത് പഠിക്കേണ്ടെന്ന് പറഞ്ഞത്, അത് നിങ്ങൾക്ക് തലേ കയറത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷേ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉപവാസത്തെ നമുക്ക് സ്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുമ്പോഴും വരുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടല്ലേ ആൾക്കാർ പ്രാർത്ഥിക്കണത്. പിന്നെ എന്താണ് ഉപവസിക്കണത്? എന്താണ്? പ്രത്യാശിച്ച ആൾക്കാരെല്ലാവരും ഉപവാസത്തോടെയാണ് കർത്താവിനെ കാത്തിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മാതാവൊക്കെ എന്ത് ഉപവാസത്തിൻ്റെ ആൾക്കാരാണ്. എല്ലാ ചേടത്തിമാരും എല്ലാ സ്ത്രീകളും കർത്താവ് ദൈവപുത്രൻ അവിടെ ഉദരത്തിൽ ജനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യാശയാണ്. മനസ്സിലായില്ലേ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? പ്രത്യാശയുടെ പ്രകട രൂപമാണ് ഉപവാസം. അല്ല പട്ടിണി നിന്നിട്ട് നമ്മൾ വയറും കുഞ്ഞിട്ട് കർത്താവ് ഞാൻ കണ്ടില്ല കർത്താവ്, ഈ ത്യാഗങ്ങളും കണ്ട് കർത്താവ് എന്നെ എന്തെങ്കിലും സഹായിക്കും, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് പ്രത്യാശ എന്ന പുണ്യം ആക്ടിവിറ്റി ചെയ്യണം. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു അല്ലേ? പ്രാർത്ഥന എന്താണ്? വിശ്വാസം എന്ന പുണ്യമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യണത്. ഉപവാസം എന്താണ്? പ്രത്യാശ എന്ന പുണ്യം നമ്മൾ ആക്ടിവിറ്റി ചെയ്യും. കാരണം എന്താണ്? പിതാക്കന്മാർ എല്ലാവരും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാത്തിരുന്നത്. ഇന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണത്? വിശ്വാസത്തിൻ്റെ പ്രകട രൂപം പ്രാർത്ഥന. ഉപവാസം എന്താണത്? പ്രത്യാശയുടെ പ്രകട രൂപം. നമ്മൾ ഉപവസിച്ച എന്താ അർത്ഥം? നമ്മൾ പട്ടിണി നിന്നിട്ട് ദൈവത്തിന് കിട്ടാനാ? ദൈവത്തിന് കിട്ടണത് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നു. അതിന് പകരം അത് കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഉപവസിക്കണത്. റെഡിയാ? അപ്പോൾ ഉപവസിക്കണത് എന്തിനാണ്? പ്രത്യാശ എന്ന പുണ്യം. ഇപ്പോൾ നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഞങ്ങൾ പ്രത്യാശ എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുവാൻ നിരത്തിക്കുവാനോട് അപേക്ഷിക്കണമേ. അതുതന്നെയാണ് നമ്മൾ ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് പറയുന്നത്. എന്താണ്? ഞാൻ ഉപവസിക്കുന്നു. കാര്യം എന്താണ്? നിന്നിലുള്ള എൻ്റെ പ്രത്യാശയെ ഞാൻ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഓരോ പ്രോബ്ലംസിനും കറസ്പോണ്ടായിട്ടുള്ള മെഷീനറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ചില സ്ക്രൂ ഒക്കെ തിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഒരു 8ൻ്റെ സ്ക്രൂ ഉണ്ട്. സ്പാനർ എടുക്കുമ്പോൾ 8ൻ്റെ സ്പാനർ എടുത്തതെന്ന് പറയത്തില്ലേ? അപ്പോൾ അത് 8ൻ്റെ തിരിച്ച് കഴിഞ്ഞാൽ തിറങ്ങും. ചിലത് പറയും ഇത് 8ൻ്റെ പിടിക്കണില്ല 14ൻ്റെ എടുക്കാൻ പറയും. അപ്പോൾ മെക്കാനിസ്റ്റുകൾ ഉടനെ 14ൻ്റെ എടുത്ത് കൊടുക്കും. അപ്പോൾ 14 ഇട്ട് തിരിക്കും. അപ്പോൾ ചിലത് പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല, 8ൻ്റെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഉപവാസം കയറ്റിവിടും 14ൻ്റെത്. ചിലത് 14ൻ്റെ കൊണ്ട് നടക്കത്തില്ല. ചില ഡ്രില്ലർ കൊണ്ടുവന്നിട്ട് തിരിക്കേണ്ടി വരും ആ സാധനം. അതിനാണ് സ്നേഹം എന്ന് പറയണത്. വിശ്വാസം അറിവ് കൊണ്ട് വിശ്വാസത്തിന് ആദ്യ നിലവാരം പ്രഥമ പാഠങ്ങൾ എന്തിനുള്ളതാണ്? പിന്നിടാൻ വേണ്ടിയുള്ളതാണ്, തള്ളിക്കളയാൻ വേണ്ടിയുള്ളതാണ്. അവിടെ 90 വയസ്സ് വരെ പ്രഥമ പാഠം കടിച്ചതും കിടക്കരുത്. 90 വയസ്സായി ഇപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. എന്താ പ്രശ്നം? നിങ്ങൾ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചാണ് ഇത് കർത്താവിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സാത്താൻ ഭക്ഷണത്തിന് പോയില്ലേ? അവരെയൊക്കെ അറിയാം ഈ ജീവിതം മാത്രമേ അവനെയൊക്കെ ഉള്ളെന്നറിയാം. അതുകൊണ്ട് സാത്താനെങ്കിൽ സാത്താൻ, കള്ളനോട്ടെ, കരിഞ്ചന്ത. അപ്പോൾ അവിടെ പോയാൽ പിന്നെ പ്രാർത്ഥന പോലും ആവശ്യമില്ല. പൊക്കൃത്തരക്കാട് ജീവിക്കാം. 5 പെണ്ണുങ്ങളെ 10 പെണ്ണുങ്ങളെ ഉപയോഗിക്കാം, 10 ആണുങ്ങളെ ഉപയോഗിക്കാം, എത്ര വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. നമുക്ക് ബിസിനസ് വളർന്ന് സാത്താനടുത്ത് വരുമ്പോൾ ഈ ഉപവാസമില്ല, പ്രാർത്ഥനയുമില്ല, ഒരു പ്രശ്നവുമില്ല. വൃത്തികെട്ട എല്ലാത്തരം പരിപാടിയും കാണിച്ചാലും ശരി, അതനുസരിച്ചുകൊണ്ട് ഭൗതിക ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്. ഈശോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? എപ്പോഴും നമ്മളോട് നമ്മുടെ സിലബസ് വലുതാക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അപ്പോൾ എപ്പോഴും അതൊരു ചോദ്യമാണ്. അപ്പോഴേ കുറേ പേര് പോകും അല്ലേ? അതെടുത്തേ 6:63 എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം. കട്ടിയാക്കി കർത്താവ് സിലബസ് കട്ടിയാക്കും.
പിതാക്കന്മാരെ പോയി മരുഭൂമി വെച്ച് മണ്ണ ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ സിലബസ് കട്ടിയായി. അവർ ചോദിക്കും, ഇയാളുടെ ശരീരം, ഇയാൾ യൗസേപ്പിൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇയാളുടെ അമ്മ, ഇയാളുടെ ശരീരം നമ്മളെങ്ങനെ ഭക്ഷിക്കണത്, ഇതെന്നെ വർത്താനം എന്ന് ചോദിക്കും. കഠിനമാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ സിലബസ് കഠിനമാക്കും, വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കും. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു എന്നതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാകും. അപ്പം അതിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് എന്താണ്? ഇനി പക്വതയാണ് ഉള്ളതാണ്. അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് എനിക്കൊരു പുസ്തകമുണ്ട്. അതായത് പക്വതയ്ക്ക് വളരുമ്പോൾ പിന്നീട് ആ ഒരു ഭാഗം എടുത്ത് യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടയും. എൻ്റെ അർത്ഥം എന്താ? ഇട്ടും പൊടാന്നതിൻ്റെ അർത്ഥം ഇനിയുള്ള പാഠം നിങ്ങൾ നിൽക്കണമെന്നില്ല, കാര്യത്തിൽ കട്ടിയാണ്. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈനെസ് തോന്നും. നമ്മൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നു, ചില സമയത്ത് നമുക്ക് ആത്മീയ വരൾച്ച തോന്നും. അച്ഛന്മാർക്കൊക്കെ എപ്പോഴും തോന്നും. കാര്യം അവർ കടകടാന്നിങ്ങനെ വളരണ കാരണം വളർച്ചയുടെ ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അയ്യോ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകും. ആരും കുഴപ്പമില്ല, വിശുദ്ധന്മാർക്കും തോന്നിയായിരുന്നു, ജോൺ ഓഫ് ദി ക്രോസിനും തോന്നിയായിരുന്നു. അയാൾ പറഞ്ഞത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയും, ആത്മാവിൻ്റെ രാത്രി. ദൈവത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടണില്ല. ഇത്രയും നാൾ ജീവിച്ചു, ഭയങ്കര വിശുദ്ധിയോട് ജീവിച്ചു. പക്ഷെ ചില സമയത്ത് ലെഫ്റ്റ് ഇൻ ദി എയർ, ദൈവം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. വളർച്ചയുടെ പാഠങ്ങൾ. അപ്പോൾ ട്രാൻസിഷൻ പീരീഡിൽ എപ്പോഴും ഇതുപോലെ വാക്കംനെസ് ഉണ്ടാവും. അതായത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ. ഇപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യണത്? അറിവും പ്രാർത്ഥനയും. അതിൻ്റെ പാഠം കഴിഞ്ഞിട്ട് ഉപവാസവും പ്രത്യാശയും, ഇല്ലേ? അതിൻ്റെ പാഠവും കഴിഞ്ഞു പോകും. ഇനി എന്താണ്? പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യങ്ങൾ വരും. 17:21 എന്താ പറയണത്? പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ ഇവറ്റകൾ പുറത്തു പോകത്തുള്ളൂ. ഇനി പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യം വരും. അതിനാണ് ഈ പുള്ളിക്കാരൻ കമന്നൊക്കെ വീഴണത്. കണ്ടില്ലേ? ഗജബിനി കമന്ന് വീഴുകയാണ്. പ്രാർത്ഥന കൊണ്ട് നിൽക്കണില്ല അവിടെ, പിന്നെ ഉപവാസം കൊണ്ട് നിൽക്കണില്ല. ആൾ രണ്ടും പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് വരികയാണ്. ആൾ ആദ്യം പെസകായ്ക്ക് പോലും ആൾ ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഗജബിനി പ്രാർത്ഥനയായിരുന്നു. പെസക കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. മൊത്തം പ്രാർത്ഥന ഉപവാസമാണ്. പക്ഷെ നിൽക്കണില്ല. ഇനി എന്താണ് വിശ്വാസത്തിലേക്ക് വരണത്? പ്രാർത്ഥന ഉപവാസം കൊണ്ട് നിൽക്കണില്ല. അപ്പം ക്രിസ്തു എന്താ ചെയ്തത്? കവന്ന് വീണ്. എന്നിട്ട് പറഞ്ഞത്? അതിനാണ് പൗലോസ് പറയണത്, ഈ ഒരു വിശ്വാസ വളർച്ചയിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നടക്കും. പിന്നെ വിഷയം കുറച്ചുകൂടി കട്ടിയായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയും ഉപവാസം വേണ്ടി വരും. ചില സമയത്ത് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടും നിൽക്കത്തില്ല. എന്താ കാരണം? ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും പറ്റത്തില്ല, ഉപവാസം കൊണ്ടും പറ്റത്തില്ല. ചില ആൾക്കാർ പറയും ഞങ്ങൾ 33 വിശ്വാസപ്രമാണം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഈ പ്രഥമ പാഠങ്ങളാണ്. അതിൻ്റെ അടുത്ത പാഠം പ്രത്യാശയുടെയാണ്, ഉപവാസമാണ്. അപ്പോൾ ചില ആൾക്കാർ ഞാൻ 33 ദിവസം ഉപവാസിച്ചെന്നൊക്കെ പറയും. ചിലപ്പോൾ അതിൽ നിൽക്കത്തില്ല. ക്രിസ്തുവിലല്ലേ വളരണത്. ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആദ്യം വിശ്വാസത്താൽ അതായത് അറിവ് കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ടാകും. വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പ്രാർത്ഥനാ ജീവിതം. പിന്നെ ഉപവാസമുണ്ട്. പിന്നെ എന്താണ്? അതായത് വിശ്വാസം, പ്രത്യാശ. പിന്നെ എന്താ ഉള്ളത്? സ്നേഹമെന്നും സംഭവമുണ്ട്. അതാണ് ഗലാത്യർ 5:6. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഉടമ്പടി അതാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ വല്ലതൊക്കെ കാണിച്ചു വെക്കരുത്. ഉടമ്പടി പ്രഥമ പാഠങ്ങൾ പിന്നിട്ട സംഭവമാണ്. വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6. അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? എല്ലാം അപ്പാനെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാല് മാറി, അപ്പായെ കാണാനില്ല. അപ്പോൾ എലോയ് ലമാസമക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയും ഐ കം ഓൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ക്രിസ്തു കടന്നുപോയെന്ന വഴികൾ അനുസരിച്ച് കൊണ്ട്
നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ഈ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടെ വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കൂനയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്, അത് ആ നിലവാരം തന്നെ ഈ പണ്ടാരത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് പറയും, കർത്താവിനെ പടി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്ന്. ഇത് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. ഈ സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 16:23. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പം അതാണ് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് ഒരാൾ പക്വതയിലെത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി ഒരു ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. എന്താണ്? അപ്പ ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ കൈവിട്ട പോലെ എനിക്ക് തോന്നണത്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ. എന്താണ്? എൻ്റെ വിശ്വാസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത് കേൾവിയിൽ നിന്നൊന്നുമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയിൽ നിന്നുള്ള വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമായതുകൊണ്ട് എന്ത് ചെയ്യും? 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. അപ്പം അത് വളർച്ചയുടെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പക്വതയേക്കല്ലേ വളരണത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ആ കുരിശിൽ സംഭവിക്കണ ഇതാണ്. ഏലോയ് ഏലോയ് ലമാ സബക്താനി എന്ന് ഈശോ ചോദിക്കത്തില്ലേ? അപ്പം നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കണില്ലേ? എന്നിട്ട് എന്താ പറയണത്? അതായത് അവിടെ ഈശോയുടെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു. പക്ഷേ ദൈവം കൈവിട്ട പോലെ ആയിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് നിന്നില്ലല്ല, പ്രാർത്ഥിച്ചിട്ട് നിന്നോ? പിന്നെ എന്താണ്? പിന്നെ ഇത് ഈശോ ഉപവസിച്ചു. കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട്, കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, എനിക്കിനി ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസഹ ഞാൻ കഴിക്കും സ്വർഗീയ എഴുന്നേശാലയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേരുന്നിട്ടും ഭയങ്കരമായൊരു സ്വസ്ത്രഗീതം ആലപിക്കും. എല്ലാവരും കൈയടിച്ച് പ്രാർത്ഥിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാ വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകണുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലും എല്ലാം അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ടു. അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടും ഇതിനെ കുറിച്ചിനെ അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഏലോയ് ലമാ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ എന്നിട്ട് പറഞ്ഞു, അപ്പയല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ളത്, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല വലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.